മിന്നലാക്രമണം നടത്തിയെന്ന ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്ന് പാകിസ്ഥാൻ യുഎന്നിൽ. സമാധാനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ ലംഘിക്കുന്നതാണ് ഇന്ത്യയുടെ നീക്കങ്ങളെന്നും യുഎൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനെ പാകിസ്ഥാൻ ധരിപ്പിച്ചു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന ഇന്ത്യൻ നിലപാടിനെതിരെ യുഎന്നിൽ വീണ്ടും ചൈന രംഗത്ത് വന്നു. അതേസമയം കശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് ഇന്ന് നൽകും. മനുശങ്കർ വിവരങ്ങൾ നൽകും ദില്ലിയിൽ നിന്ന്. മനു, ഇതുമായി ബന്ധപ്പെട്ട തുടർ ചലനങ്ങൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്? അരുൺ, എന്തായാലും ഇന്ത്യ പാക് പ്രശ്നത്തിൽ മധ്യസ്ഥ വഹിക്കാൻ ഐക്യരാഷ്ട്രസഭ സന്നദ്ധമാണെന്ന് സെക്രട്ടറി ബാൻ കി മൂൺ ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും സമ്മതം മൂളിയാൽ മാത്രമേ ഇത്തരത്തിലൊരു ഇടപെടൽ ഐക്യരാഷ്ട്രസഭ നടത്തുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു മധ്യസ്ഥത ആവശ്യമില്ലെന്നും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മിന്നൽ ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തിയിട്ടില്ല. പാക് പ്രതിനിധി മലീഹ ലോധിയാണ് നിലവിൽ യുഎൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനെ ഇക്കാര്യം ധരിപ്പിച്ചിരിക്കുന്നത്. പകരം അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തുകയാണ്. ഇപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുകൂടിയാണ് പാകിസ്ഥാൻ വീണ്ടും ഇപ്പോൾ യുഎന്നിനെ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ യുഎന്നിന്റെ സമാധാന ശ്രമങ്ങൾക്കുള്ള ആഹ്വാനങ്ങൾ ഇന്ത്യ ലംഘിക്കുകയാണെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഐക്യരാഷ്ട്രസഭ സ്വന്തം നിലപാടിൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് പാകിസ്ഥാൻ വീണ്ടും ആവശ്യം ശക്തമാക്കിയിരുന്നത്. നേരത്തെ മനുശങ്കറാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.